Meet the editors. ഇടത് വലുതായോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ സംസാരിക്കുകയാണ് അമൃതാനന്ദമയി ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് മന്ത്രി സജി ചെറിയൻ അവിടെ പോകുന്നതും അമൃതാനന്ദമയി അമ്മയുടെ നെറുകയിൽ ചുംബിക്കുന്നതുമെല്ലാം. അതിനിപ്പോൾ ഒരു വിശദീകരണം വരികയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം, മറുഭാഗത്ത് മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ട് നെറുകയിൽ ചുംബിക്കുന്ന സജി ചെറിയൻ മിനിസ്റ്റർ. ഇതെല്ലാം ഇടത് വലുതാവുന്നതിൻ്റെ സൂചനയാണോ? പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇങ്ങനെ പോയാൽ പിണറായി വിജയൻ താമസിയാതെ കാഷായ വസ്ത്രം ധരിക്കുന്നതും കാണാം എന്നാണ്. ഇടത് വലുതാവുകയാണ്. ഇപ്പോൾ സജി ചെറിയാൻ്റെ മറുപടി അതിന് വന്നിട്ടുണ്ട്. ഒരമ്മയെ ആശ്ലേഷിക്കുന്ന ആ സ്നേഹത്തോടു കൂടി ഞാൻ അവരെ ചുംബിച്ചു, അവരെന്നെ ചുംബിച്ചതിന് മറുപടിയാണ്. എന്താണ് അതിൻ്റെ കുഴപ്പം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം, എൻ്റെ നിലപാട് ആ അർത്ഥത്തിൽ. പക്ഷേ ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. വർഷം 2008 VS സർക്കാരിൻ്റെ കാലം. സന്തോഷ് മാധവ് എന്ന് പറയുന്ന ഒരു സ്വാമി, അദ്ദേഹത്തിനെതിരെ വലിയ അലിഗേഷനൊക്കെ വരും. അദ്ദേഹം ജയിലിലാണ്. വലിയ വിവാദമുണ്ടായ സമയത്ത് കേരളത്തിലെ ആൾ ദൈവങ്ങൾക്കെതിരെ ഒരു വലിയ പ്രക്ഷോഭം നയിച്ച സംഘടനയുടെ പേര് DYFI എന്നാണ്. ജിലേബി സ്വാമി, ലഡുസ്വാമി, മടലുസ്വാമി എന്ന് വേണ്ട കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള സ്വാമിമാർക്കെതിരെ അവരുടെ മഠങ്ങളിലേക്കും അവരുടെ ആരാധനാ സ്ഥലങ്ങളിലേക്കൊക്കെ വലിയ പ്രതിഷേധം നടക്കുകയും അത് അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തു. അടുത്ത ഘട്ടം അത് ക്രിസ്ത്യൻ പാസ്റ്റർമാരിലേക്കൊക്കെ നീങ്ങും എന്നൊക്കെ തോന്നി. പ്രധാനപ്പെട്ട മറ്റ് മതസംഘടനകളുടെ സ്ഥാപനങ്ങളിലേക്ക് നീങ്ങുമൊക്കെ തോന്നിയപ്പോൾ അത് അവസാനിച്ചു. പക്ഷേ അത് കേരള ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതുപോലെയാണ് മാതാ അമൃതാനന്ദമയിക്കെതിരെ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം, ഹോളി ഹെൽ, എ മെമ്മോർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ്. അത് ഗെയിൽ ട്രെഡ്വെൽ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം പുറത്തു വന്ന സമയത്ത് കൈർലി TV അന്ന് ജോൺ ബ്രിട്ടാസാണ് അമേരിക്കയിൽ വെച്ച് ഇവരുടെ അഭിമുഖം എടുക്കുകയും അത് വളരെ വിശദമായി, എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡ് കൈർലി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത് അത്രയും പോകണ്ട എന്ന് പറഞ്ഞ് പാർട്ടി ജോൺ ബ്രിട്ടാസിനെയും കൈർലിയെയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞെങ്കിലും ആ നിലപാടായിരുന്നു പാർട്ടിയുടേത്. ഇതിനകത്തെല്ലാം ഇപ്പോൾ ഒരാളെ നമ്മൾ കാണുന്നു, നമ്മൾ ഹസ്തദാനം ചെയ്യുന്നു, നമ്മൾ ചുംബിക്കുന്നു, അല്ലെങ്കിൽ നമസ്തേ പറയുന്നു, ഇതിനൊക്കെ വളരെ വ്യക്തിപരമായൊരു തലമുണ്ട്. മറ്റേത് അതിൻ്റെ ഒരു രാഷ്ട്രീയ തലമുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ ഇടതു പാർട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് കേരളം നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. അത് കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഏതെങ്കിലും പാർട്ടികൾക്കോ കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ആഡംബര കാറിൽ പോകുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആഡംബര കാറിൽ പോകുന്നതും തമ്മിൽ ഇപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പ്രശ്നമാണെന്നേ. അതുകൊണ്ടാണ് അവസാനം സഹി കെട്ടിട്ട് EP ജയരാജൻ ചോദിച്ചത്, അതെന്താ ഞങ്ങൾ എല്ലാ കാലത്തും പരിപ്പുടയും കട്ടൻ ചായ മാത്രം കഴിച്ചിരുന്നാൽ മതിയോ, ഞങ്ങൾക്ക് വേണ്ട ഒരു ജീവിതം എന്ന മട്ടിൽ ചോദിച്ചത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ളൊരു സ്പേസ്, അത് വളരെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ നിലപാടും അതുപോലെ തന്നെ മതം സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തോടും അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പുമൊക്കെയാണ്. അതുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയിക്കെതിരായ പുസ്തകത്തെക്കുറിച്ച് ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിലൊരു ഇടതുപക്ഷം മാത്രമുണ്ടായത്, CPM മാത്രമുണ്ടായത്, CPM നേതാവ് മാത്രമുണ്ടായത്. അതാണ് ഇതിൻ്റെ ഒരു വശം. പക്ഷേ ഇതിൻ്റെ അർത്ഥം CPM എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നു എന്നൊന്നുമല്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു അവസാനത്തെ അസ്പൃശ്യതയും നീക്കിയ പാർട്ടി CPM ആണ്. 65-ൽ ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട് സഖ്യകക്ഷിയായിട്ട്. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കുറേ കാലമായി CPM തുടർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിന്, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് അതിന് ഒരു പശ്ചാത്തലം 87-ലെ ഇപ്പോൾ നായനാർ മന്ത്രിസഭ എന്ന് ഓർത്ത് നോക്കൂ. ഇപ്പോഴും ഇടതുപക്ഷം കുളിർ കോരുന്ന ഒരു കാലമാണ് 87. അതായത് കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ ഒന്നുമില്ലാത്ത, സമുദായ സംഘടനകളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലാത്ത ഒരു സർക്കാർ, നായനാർ സർക്കാർ ഏറ്റവും ഗംഭീര സർക്കാരാണെന്ന് പറയുന്നു. അന്ന് ഇതിനകത്തൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട് വന്നത് MV രാഘവൻ്റെ ബദൽ പ്രമേയവും മറ്റുമായിരുന്നു. ആ ബദൽ പ്രമേയത്തെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗ് ഒന്നും വേണ്ട, നമുക്കിത് മതി എന്ന് പറഞ്ഞ നിലപാടെടുത്ത് മുന്നോട്ട് പോയൊരു പാർട്ടിയാണ്. സത്യത്തിൽ ഈ 87 ഇടതുമുന്നണി അങ്ങനെ പുലുകിയതല്ല. സത്യത്തിൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെ വിട്ടുപോയതാണ്. പക്ഷേ അതൊരു അവസരമാക്കി എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ നിലപാടെടുത്തതും പിന്നെ കുറേ കാലം മുന്നോട്ട് പോയതും. എന്ന് മാത്രമാണോ, മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്ന INL-നെ 27 വർഷമാണ് ഇടതുമുന്നണി പുറത്തു നിർത്തിയത്. K. കരുണാകരൻ DIC ഉണ്ടാക്കുമ്പോൾ ഇടതുമുന്നണിക്കകത്ത് നിന്ന് CPM-നകത്ത് നിന്ന് വലിയ ഉറപ്പുകൾ കൊടുത്തെങ്കിലും DIC-യെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യകക്ഷിയായി കൂട്ടിയില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അതെന്തുകൊണ്ടാണ്? ഇത്രയും കാലം K. കരുണാകര വിരോധം, കള്ള കരുണാകരൻ എന്ന മുദ്രാവാക്യം, ഇതൊക്കെ ഉയർത്തിയ ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല
ഇതെല്ലാം പറഞ്ഞ ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷത്തിന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്ക് ഒരു ശരിയുണ്ട്. ആ ശരിക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും കേരളത്തിലെ ഇടതുപക്ഷം ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകളുടെ നെറ്റിച്ചുളിയുന്നത്. ഇപ്പോൾ കെ എം മാണിക്കെതിരായ വളരെ വലിയ പ്രക്ഷോഭം നടന്നതിന് ശേഷം 4 മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കെ എം മാണിയുടെ പാർട്ടി, 1 വർഷത്തിന് ശേഷം കെ എം മാണിയുടെ പാർട്ടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ജനം നെറ്റി വിളിക്കും. കോൺഗ്രസ് അങ്ങനെ ചെയ്താൽ നെറ്റി ചുളിക്കില്ല, ഇത്രയും നെറ്റി ചുളിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. വി എസിൻ്റെ ഒരു അഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാലത്ത് തോന്നുന്നുണ്ട്. വി എസ് ഉണ്ടായിരുന്നെങ്കിൽ INL എപ്പോഴാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്? വി എസിൻ്റെ പത്തി താഴ്ന്നു തുടങ്ങിയതിന് ശേഷമാണ്. വി എസ് അച്യുതാനന്ദൻ്റെ വളരെ ശക്തമായ നിലപാടുകളുടെ ഭാഗമായി കൂടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് വരാതിരുന്നത് ഇടതുപക്ഷത്തേക്ക്. അതുപോലെ തന്നെ DICയെ തീണ്ടാപ്പാടകലെ നിർത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടിയത് ഞാൻ മറക്കാതെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അമൃതാനന്ദമയുമായിട്ടുള്ള ഈ അടുപ്പം അത് ഒരു സജി ചെറിയാൻ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായൊരു സംഭവമല്ല. സജി ചെറിയാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആഴം മനസ്സിലാവാത്തത് കൊണ്ടോ ആ ചുവടുമാറ്റത്തിൻ്റെ ഗൗരവത്തെ മറച്ചു വെക്കാനായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ഇത് വെറും ഒരു കൂടിക്കാഴ്ചയും ഒരു ചുംബനവുമാണ്. അങ്ങനെയല്ല, അതൊരു നിലപാട് മാറ്റത്തിൻ്റെ പരസ്യമായൊരു പ്രഖ്യാപനം കൂടിയാണ്. ഒരു പക്ഷേ വേറെ കാര്യം ചോദിക്കുക, ഇത് ആദ്യമായിട്ടാണോ അമൃതാനന്ദമയി മഠത്തിൽ ഇട നേതാക്കൾ പോകുന്നത്? അല്ല, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. MA ബേബി പോയിട്ടുണ്ട്, ചടങ്ങുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പിറന്നാളിന് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നു, അവരെ ആശ്ലേഷിക്കുന്നു, അവരെ ചുംബിക്കുന്നു. അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്, അത് ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ആരുടെയും പ്രശ്നമല്ല. ഇടതുപക്ഷം കരുതുന്ന അവരെക്കുറിച്ച് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊരു ചുവടുമാറ്റമായി ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അത് ഇടത് വലതായതാണോ, പണ്ടേ വലതായിരുന്ന ഇടത് ഇപ്പോൾ ആ അവസാനത്തെ ആടകൂടെ ഊരിക്കളഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനകത്തെ കാര്യം. പക്ഷേ ഇതിനു മുമ്പെടുത്ത നിലപാടുകൾ ഇങ്ങനെ ആയിരുന്നില്ല. വളരെ ഇത്തരം ആളുകളോടുള്ള നിശ്ചിതമായ വിമർശനമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്ര. അത് അമൃതാനന്ദമയി ആയാലും ആൾദീപങ്ങളായാലും അതുപോലെ തന്നെ സമുദായ പാർട്ടികളായാലും സമുദായ സംഘടനകളായാലും ഇടതുപക്ഷത്തിന് തിരിച്ചായിരുന്നു നിലപാട്. ആ നിലപാട് മാറുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു പടി കൂടെ കടന്ന് ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടതുപക്ഷം കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. ഇടത് വലുതായോ എന്നാണ് ചോദ്യം. ഈ മാറാത്തതായി ഒന്നേ ഉള്ളൂ, അത് മാറ്റാണ് എന്ന് പറയുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ട്രാക്ടറിനെതിരെ സമരം നടത്തി CPM, കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തി CPM എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ട്രാക്ടറൊക്കെ മാറി AI കാലത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഓരോ കാലങ്ങളിൽ അതിൻ്റേതായ അടിസ്ഥാനങ്ങളിൽ അന്നത്തെ കാലത്ത് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് കർഷകരെ കൂടെ നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അന്നേരം യന്ത്രവൽകൃത ആൾക്കാരെ കൊണ്ടുവന്ന് യന്ത്രം ഓടിക്കാൻ അറിയില്ലാത്തവരെ ജോലി നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ യന്ത്രത്തിൻ്റെ കൂടെ CPMന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. അന്നത്തെ കാലത്ത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തെ അനുസരിച്ചിട്ട് CPMലെ തൊഴിലാളികളുടെ കൂടെ നിൽക്കാനേ CPM എന്നുള്ള തൊഴിലാളി പാർട്ടിക്ക് കഴിയൂ എന്നുള്ളതാണ്. അതിനൊരു മാറ്റങ്ങൾ വരികയും മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൽ ഈ തൊഴിലാളികളുടെ മക്കളെല്ലാം കമ്പ്യൂട്ടർ പഠിച്ചു വരുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറാത്ത ഒന്നേ ഉള്ളത് മാറ്റം എന്നുള്ളത് പറയുന്നതാണ്. അപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് മതാടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൻ്റെയും കാര്യം ഞാൻ പറയാം. ഇത്രയും നാളും SNDP പോലത്തെ NSS പോലത്തെ എല്ലാം മുൻപന്തിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനകളൊന്നും CPMൻ്റെ നിലപാടുകളോട് അനുകൂലമായി നിൽക്കുന്ന സംഘടനകളായിരുന്നില്ല. ആ കാലത്തോളൊന്നും CPM അവരോട് അങ്ങനെ ഒരു വലിയ ചങ്ങാത്തം കൂടാൻ പോയിട്ടുമില്ല. അത് ഒരു മതസംഘടനകളുമായിട്ടും ചങ്ങാത്തം കൂടാൻ പോയിട്ടുമില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഈ മതസംഘടനകളൊന്നും CPMൻ്റെ നിലപാടിനോട്, കാരണം നിരീശ്വരവാദ നിലപാടുകളോടൊന്നും താല്പര്യം അംഗീകരിക്കാത്ത ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല. അതുപോലെ തന്നെ CPM അവരോടും ചങ്ങാത്തം കൂടുതൽ. ഇപ്പോഴത്തെ ആ കാലം മാറിയിട്ട് ഇന്നത്തെ CPMൻ്റെ സംവിധാനങ്ങളോട് മതസംഘടനകൾ അങ്ങോട്ട് അനുകൂല നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങി. SNDP പോലെയുള്ള സംഘടന അങ്ങോട്ട് അവരുടെ അനുഭാവമായ നിലപാട് സ്വീകരിക്കുന്നു. NSS അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. പ്രധാനപ്പെട്ട മതസംഘടനയെല്ലാം അങ്ങോട്ട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് CPM തിരിച്ച് സ്വീകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, 2000 ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് സർക്കാരിനെ നിശിതമായി വിമർശിച്ച പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. കാരണം തെറ്റ് ചെയ്യുന്ന അവർക്ക് പറ്റില്ല എന്നുള്ള കാലങ്ങളിൽ അവർ അതിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ നടത്തുക എന്നുള്ളത് അതാത് മതസംഘടനയുടെ ആവശ്യകതയും അത് സംഘടന മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ LDF സർക്കാരിനെ ശക്തമായി പ്രതിരോധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അയ്യപ്പ സംഗമം നടത്തുന്നു. അയ്യപ്പ സംഗമം ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നും അവിടുത്തെ വികസനത്തിന് വേണ്ടി നടത്തുന്നതെന്നും ജനങ്ങൾക്കറിയാം.
ആ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ആ മതസംഘടനകളെല്ലാം അവരെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. NSSും SNDP എടുക്കുന്ന നിലപാട് അത് തന്നെയാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം സംഘടനകളും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഞാൻ പറയാം, മലബാറിലേക്ക് മറ്റുള്ള സംഘടനകളുടെ പ്രോഗ്രാമുകളുമായിട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവരും ഈ പറയുന്ന സംവിധാനത്തോട് ഭാഗമാവും, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തോടുകൂടി ഭാഗമാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം കാന്തപുരം മുസ്ലിയാരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ പിണറായി വിജയൻ, ഇടതുപക്ഷ സർക്കാരുമാണ് വർഷങ്ങളായിട്ട്. അപ്പം നമുക്ക് പറയുമോ ഹിന്ദുക്കളെ മാത്രമല്ലേ നോക്കുന്നുള്ളൂ, മുസ്ലിങ്ങളെ നോക്കുന്നില്ലല്ലോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പം ഓരോ സംഘടനകളുടെ അവരവിടെ അടിത്തറയ്ക്കൊപ്പമായി നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. സർക്കാരിനും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എന്താണ് ഒരേ നിലപാടേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആ നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതിനോട് സഹകരിക്കുന്നവരെല്ലാം അതിൻ്റെ ഭാഗമായി മാറും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകളാണ് ഒന്ന് SNDP NSSും പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തോട് അടുത്തിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ആ ലെവലിലേക്ക് ആ പ്രസ്ഥാനങ്ങൾ മാറി എന്നുള്ളതാണ്. ആ മത സംവിധാനങ്ങൾ മാറി ഈ പറയുന്ന. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു 70% വരുന്ന ഈ പറയുന്ന രണ്ട് സംഘടന കൂടുമ്പോൾ കേരളത്തിൽ 70% വരുന്ന ഹിന്ദു സംഘടന ഏകദേശം ഒരു 35-40% വരും അത്. കാരണം മൊത്തം നോക്കുകയാണെങ്കിൽ അത്രയും അധികം സംവിധാനം ആരോടാ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു വലിയ മാറ്റമാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ടേ കാര്യമില്ല. ഇതിനെ ഇത് അടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ശ്രമം പ്രതിപക്ഷത്തിന് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്തകൾ എന്താണ്? NSSുമായി സഹകരിക്കാൻ വേണ്ടി വാതിൽ തുറന്നിട്ടു എന്നുള്ളതാണ്. വാതിൽ തുറന്നിടുന്ന ആളുടെ പേരെന്താ അറിയോ? സുകുമാരൻ നായരെന്നാണ്. അവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്. ഇവിടെ എന്ത് വാതിൽ തുറന്നിട്ടെന്താ കാര്യം? അവരോട് എങ്ങനെ അടുക്കാൻ പറ്റും എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അത് നടക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലൈസൻ ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, KM മാണിനെ പോലെ NSSുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ച നേതാവ്, ഉമ്മൻചാണ്ടിനെ പോലെ NSSുമായി ഏറ്റവും ബന്ധം സൂക്ഷിച്ച നേതാക്കന്മാർ, ഇങ്ങനെയുള്ള നേതാക്കന്മാരുമായിട്ടുള്ള ലൈസനിങ് വർക്കില്ലാതായി. ഇവരായിരുന്നു ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ലൈസൻസ് വർക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാം, ലീഗുമായിട്ട് ഏറ്റവും കൂടുതൽ സംവിധാനം പ്രവർത്തിക്കേണ്ട എന്താണ് ഉമ്മൻചാണ്ടിയും KM മാണിയും കുഞ്ഞാലിക്കുട്ടിയാണ്. അവരൊരു കോക്കസായി നിന്ന് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോയി. അങ്ങനെ ഒരു സംവിധാനം ഇന്ന് UDFിലില്ല. ആ UDFിൻ്റെ ദോഷമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാം, NSSന് ഒരു ആവശ്യം വന്നു. പ്രതിപക്ഷ പാർട്ടികൾ ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുമായിട്ട് ലൈസനിങ്ങുള്ള നേതാക്കന്മാരുടെ ഭാവമുണ്ട്. ലൈസനുള്ള നേതാക്കന്മാരുണ്ട്. ആ ലൈസനുള്ള നേതാക്കന്മാരുടെ കയ്യിൽ പവറില്ല. നല്ല ബന്ധമുള്ള നേതാക്കന്മാരുടെ കയ്യിൽ പവറില്ലാത്ത സ്ഥിതിക്ക് അവരുമായിട്ട് ബന്ധത്തിൽ പുലർത്താൻ പറ്റില്ല. പിന്നെ എന്താ, അതിനേക്കാളും ബന്ധമുള്ള നേതാക്കന്മാർ ഇപ്പറേ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധം പുലർത്തി പോവുകയാണ്. അത് തന്നെയാണ് SNDPയിൽ സംഭവിക്കുന്നത്. നല്ല ബന്ധമുള്ള ആൾക്കാരെടുത്തില്ല. ഇതാ ക്രിസ്ത്യൻ സഭകളുമായിട്ട് ഇതേ പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ സഭകളിലുണ്ട്. ക്രിസ്ത്യൻ സഭകളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ നേതാക്കന്മാരുടെ എണ്ണം എത്രയാണ് എന്ന് UDFിൽ നോക്കിയാൽ വളരെ കുറവാണ്. ആ വളരെ കുറവാകുന്ന സമയത്ത് അവർക്ക് കണക്ടിവിറ്റി എത്തുന്നില്ല, അവരുടെ ലൈസനിങ് നടക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോന്നോരോന്നാകുന്നു പോകുന്നതാണ്. എല്ലാ കാലത്തും പാർട്ടികളെ കേഡർ സ്വഭാവത്തിൽ കൊണ്ടുവരികയും കേഡർ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാർ ഇവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുകയും വേണം. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷ പാർട്ടികളെ ബാധിച്ചിട്ടുള്ളതാണ്. അല്ലാതെ ഇനി അത് വലിയ രീതിയിലുള്ള ഒരു മാത്തമാറ്റിക്സ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഒരു കണക്കുകൂട്ടലിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നു, ഞാൻ ആരെ വിളിക്കുമെന്ന് ചോദിച്ചാൽ അവരെ മുന്നിൽ നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ NSSലും SNDPയിലും നടക്കുന്നതാണ്. ഇപ്പോൾ അമൃതാനന്ദമായി ദേവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്തിൽ അന്ന് ഈ ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്ന കാലത്ത് തന്നെ അച്യുതാനന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എന്താ പറഞ്ഞെന്നറിയോ? അവർ പാവപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കോസ്റ്റൽ ഏരിയയിലുള്ള പാവപ്പെട്ട ആൾക്കാരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരൊരു ദൂതരായി കാണുന്നു, വിശുദ്ധരായി കാണുന്നു. അതിനെന്താണ് തെറ്റ് എന്ന് ചോദിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ്. മനസ്സിലായോ? ആ നിലപാടോട് തന്നെയാണ് അതിനകത്ത് ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ ആ നിലപാടോട് കൂടി നിന്ന ആൾക്കാരുമാണ്. കാരണം ക്രിസ്ത്യൻ സമുദായത്തിൽ പുണ്യാളന്മാരെ, അതിൽ തന്നെ VS പറയുന്നുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ പുണ്യാളന്മാരെ ആദരിക്കുന്നുണ്ടല്ലോ. അവരുടെ സമുദായത്തിൽ അവരൊരു പുണ്യാളനെയോ ദൂതയായി കാണുന്നു. അതിനെന്താ ഇപ്പം തെറ്റ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് വന്നു. ഇപ്പം എന്തിനാണ് വെറുതെ ഇപ്പം ഞാൻ പറയാം, ഇത്രയും 70-75 വയസ്സായ അമൃതാനന്ദബായിനെ വെറുതെ 72 ഇന്ന് അതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ആ അമൃതാനന്ദബായി അമ്മയെ ഇത്ര മോശമായി ചിത്രീകരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണ്, അവർ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ആൾക്കാർ ചിന്തിക്കേണ്ട കാലം വന്നു എന്നുള്ളതാണ്. നമ്മൾ തെറ്റിനെ തെറ്റായിട്ടും തെറ്റിനെ അല്ലാതെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പം ഇപ്പം സജി ചെറിയാനെ വലിയ രീതിയിൽ ഇതിലേക്ക് വലിച്ചടിക്കാൻ നോക്കുന്നുള്ളത് എത്ര വൃത്തിയായി കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആദരിക്കേണ്ട ഒരു ആളാണ് അമൃതാനന്ദമയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ ചെയ്യുന്ന പുണ്യപ്രവർത്തി ചില്ലറയല്ലാന്നേ. കാരണം എത്ര ആൾക്കാർക്കാണ് മരുന്ന് മേടിച്ചു കൊടുക്കുന്നത്, എത്ര ഹോസ്പിറ്റലുകളാണ് നടത്തുന്നത്. ഉത്തരേന്ത്യയിൽ അവരെ ഹോസ്പിറ്റൽ കൊണ്ടാണ് ഒരു സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അറിയോ.
ഒരു സംസ്ഥാനം മൊത്തം മുന്നോട്ട് പോകുന്നത് ഇവർ നടത്തുന്ന ഹോസ്പിറ്റലുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹോസ്പിറ്റലുണ്ട്. അവിടെ എന്താണെന്നറിയോ, അവിടെ ഈ വലിപ്പത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ശൃംഖല ചെയ്തുകൊണ്ട് പോകുന്നത് ഏത് ഫ്രീ ആയിട്ടാണ്, ₹1 മേടിക്കാതെ ഫ്രീ ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അമൃതാനന്ദമയ്യാണ്. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും വലിയ ആദരിക്കേണ്ട ആൾ തന്നെയാണ്. അപ്പം ഞാൻ പറയുന്നത് സജി ചെറിയാൻ മാത്രം പോയാൽ പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത്രയും നാളും ഇത്രയും ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രചോദനം നൽകുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇന്നും എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്നേ. നമ്മൾ ഈ ചെയ്യാൻ കഴിയുന്നവരോട് വലിയ രീതിയിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർക്കൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, സാധാരണക്കാരന് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊന്നും കേരളത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതല്ലല്ലോ, ലോകത്ത് നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പണങ്ങളാണ്. മനസ്സിലായി? എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഈ പറഞ്ഞ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും പോയിട്ട് ഇവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് അവിടുന്ന് കിട്ടുന്ന വരുമാനം ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി വരുന്ന ആൾക്കാരെ ആദരിക്കാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അതിന് കുറ്റം കണ്ടെത്തുക, ഒരു ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ ഒരു ചുംബിച്ചു, അത് അമ്മയുടെ പ്രായമുള്ള ഒരാൾ ചുംബിച്ച, ശശി ചെറിയാൻ ചോദിച്ചാൽ കറക്റ്റ് അല്ലേ? അമ്മയുടെ പ്രായമുള്ള ഒരാൾ ചുംബിച്ചാൽ എന്താ പ്രശ്നം? അതെന്താ അവർക്ക് പ്രശ്നമില്ല, അവരത് വലിയ രീതിയിൽ അതിനെ എടുക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ വെറുതെ രീതിയിൽ പറയുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ആൾക്കാർക്ക് ഉള്ള ബഹുമാനം കൂടെ പോകും. ഈ പ്രതിപക്ഷ പാർട്ടികളൊന്നും ഈ സമയത്ത് ഇങ്ങനെയുള്ള കാര്യം ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയാം. അങ്ങനെ ചർച്ച ചെയ്താൽ ജനങ്ങൾക്ക് അവരോടുണ്ടാകുന്ന ബഹുമാനം ഉള്ളതും കൂടി ഇല്ലാതാവും. ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. ഞാൻ പറയുന്നത് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഇപ്പം കേരളത്തിലെ സംവിധാനം എന്താണ്, നിങ്ങൾക്ക് എന്താണ്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണോ പ്രവർത്തിക്കേണ്ടത്? അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും ഒരു റൂട്ട് മാപ്പ് ഇവരുടെ കയ്യിലില്ല. ഏത് രീതിയിലാണ്? അപ്പോൾ അതാത് ദിവസം വരുന്ന വാർത്തകളെടുത്ത് അതാത് ദിവസത്തെ മറുപടി പറഞ്ഞു പോവുകയാണ്. അതിനേക്കാൾ അപ്പുറം ഇതെന്താണ്, ഇങ്ങനെ ചെയ്യണം അല്ലെ അങ്ങനെ ചെയ്യരുത് എന്നുള്ള നിലപാടില്ല. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മതസംഘടനകൾ എങ്ങനെയാണോ ഇടതുപക്ഷത്തോട് ചേരുന്നത് അത് എന്ന് പറയുന്നത് അത് സ്വാഭാവിക പ്രക്രിയയായി കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറം ഒന്നും കണ്ട അത് അതിന് പകരം ഇടത് വലതായോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇടത് വലതാവില്ല. കാരണം ഇടത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇടത് വലതായോ എന്നാണ് ചോദ്യം. സുജയ, ഇടത് വലതായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാറാനായി നിൽക്കുന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു ആഖ്യാനം ഏറ്റെടുക്കുന്നത് പോലെയാകും. അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല. അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ കാഷായ വസ്ത്രം ധരിച്ച്, അദ്ദേഹവും നേരത്തെ എന്തോ ഒരു വനവാസ പ്രഖ്യാപനമൊക്കെ നടത്തിയായിരുന്നു. വനവാസത്തിന് പോകുമ്പോഴും ഈ മരവുരി കാഷായമൊക്കെ ധരിക്കുന്നത് നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ 14 വർഷത്തെ വനവാസമാണോ, ഏതു തരത്തിലുള്ള വനവാസമാണ് അദ്ദേഹം ആ വെല്ലുവിളിയായി വെച്ചത് എന്ന ചോദ്യം ഒരിക്കൽ കൂടി സജീവമാവുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് കാഷായം ഇട്ടൊന്നും പോകേണ്ടി വരില്ല, അൺലെസ് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചാലല്ലാതെ. അതും ഇപ്പോഴൊന്നും ആഗ്രഹിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് നിലവിലത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിലെന്ന് കരുതുന്നുമില്ല. ഇവിടെ വോട്ടിലാണ് എല്ലാവർക്കും വിശ്വാസം. ആ വോട്ടിന് വേണ്ടി എല്ലാവരും വിശ്വാസികളാകുന്നു, വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെരുന്നയിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് എത്ര ദിവസമായി കേരള രാഷ്ട്രീയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്തൊക്കെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിയമസഭയിൽ ഒരു ബില്ലിൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിനായിട്ടുള്ള ബില്ലിൻ്റെ കാര്യമൊക്കെ അത് ഈ നിയമസഭാ സമ്മേളനത്തിൽ വരുന്നു. അതേക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളായിരിക്കും ഈ ദിവസങ്ങളിൽ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊന്നും ചർച്ചയാകുന്നില്ല. ഇവിടെ ഇപ്പോൾ ചർച്ചയാകുന്നത് എന്താണ്, വിശ്വാസം വോട്ടാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ചർച്ചയാകുന്നത്. ജി സുകുമാരൻ നായർ തന്നെ പറഞ്ഞു, പബ്ലിസിറ്റി എനിക്കിഷ്ടമാണ്, നിങ്ങൾ എന്നെക്കുറ്റി പറഞ്ഞോളൂ, എനിക്കെതിരെ പ്രതിഷേധിച്ചോളൂ എന്ന്. അപ്പോൾ ജി സുകുമാരൻ നായർ എന്ന NSS ജനറൽ സെക്രട്ടറിക്ക് പബ്ലിസിറ്റി കൊടുക്കേണ്ടതിനാണോ നമ്മുടെ എയർ ടൈം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ കൂടുതൽ സമയം അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിയൊക്കെ ഇങ്ങനെ വിനിയോഗിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്? അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹവും പ്രതിനിധി സഭയും ഒക്കെ ഇന്നത്തെ ചർച്ചയോടുകൂടി അത് വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ UDF ആയാലും ഇന്ന് കോട്ടയത്ത് വിശദീകരിച്ചിട്ടും കാര്യമായിട്ട് വലിയ വിശദീകരണത്തിലേക്കൊന്നും അത് പോയി എന്നോ അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ചയായെന്നോ ഞാൻ കരുതുന്നുമില്ല. ഇവിടെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പ്രസിദ്ധീകരിച്ച ഇന്നലെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിന്റെ ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. സർക്കാർ വിലാസം ഭക്തസംഘം എന്നാണ് സമസ്തയുടെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമങ്ങളെ, പമ്പയിലും പന്തളത്ത് നടന്ന 2 അയ്യപ്പ സംഗമങ്ങളെ അത് കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന സമസ്തയൊക്കെയാണ്. മറുഭാഗത്ത് വലിയ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്തായാലും ബോധപൂർവമാണെങ്കിലും അല്ലാതെയും ഇപ്പോൾ നാട്ടിൽ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആകത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മലയാളി നിന്നു കൊടുക്കേണ്ടതുണ്ടോ എന്ന് മലയാളി ആദ്യം തന്നെ ആലോചിക്കണം. കാരണം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമൊക്കെയുള്ള വോട്ടവകാശം വിനിയോഗിച്ചാൽ പോരെ, അതോ ഇതുപോലെയുള്ള നോൺ ഇഷ്യൂസ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണോ? കാരണം വിശ്വാസം ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. എനിക്ക്
വിശ്വാസമുണ്ട്, ആൻഡ്രോസാറിന് വിശ്വാസമുണ്ട്, നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടാവുകയോ ഇല്ലാതെ ഇരിക്കുകയോ ചെയ്യും. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് ഒരാളുടെ വിശ്വാസം അനുസരിച്ച് അയാൾ ഏത് സമുദായ സംഘടനയുടെ ഭാഗമാണ് എന്നതനുസരിച്ച് അയാൾ ആ രീതിയിൽ ചിന്തിക്കണം. സമുദായ സംഘടനയുടെ നേതാവ് പറയുന്ന രീതിയിലായിരിക്കും വോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടേക്കാണ് കേരളത്തെ പുറകോട്ട് നടത്തുകയാണ്. നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കിയ ഒരു സർക്കാർ തന്നെ അതിനൊക്കെ കുട പിടിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെങ്ങനെയാണ് മലയാളി നോക്കിക്കാണേണ്ടത്? ഇന്നത്തെ ഇപ്പോഴത്തെ തലമുറ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ നോക്കണം. പുതിയ വോട്ടർമാർ എന്ന് പറയുന്നത് ഈ ജെൻസി എന്ന് നമ്മൾ വിളിക്കുന്ന സോക്കോൾഡ് വരുന്ന തലമുറ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഈ വിഷയങ്ങളെയൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയായിരിക്കും കാണുന്നുണ്ടാവുക. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ജെൻ എക്സിനെയും മില്ലേനിയം കിഡ്സിനെയും ഒക്കെ 90s കിഡ്സിനെയും ഒക്കെ അവർ വളരെ പുച്ഛത്തോടു കൂടിയായിരിക്കും നോക്കിക്കാണുക. അത് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇടത് വലതായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതായിട്ടും വലതായിട്ടും ഇരിക്കുന്നുണ്ട്. മധ്യപ്രദേശാണ് എനിക്ക് അവരോട് ആരെങ്കിലും മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനെയും കൂട്ടരെയും പൂട്ടാൻ വേണ്ടി കമൽനാഥ് വലതാകാൻ ശ്രമിച്ചു. വലതുമായില്ല, ഇടതുമായില്ല, ഉണ്ടായിരുന്നതും പോയി ആകെ മൊത്തത്തിൽ കുളമായ ഒരു അവസ്ഥയിലാണ് മധ്യപ്രദേശിൽ കാര്യങ്ങൾ ഫൈനൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ടാലി വന്നപ്പോഴേക്കും നമ്മൾ കണ്ടത്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് BJP പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ആചാര സംരക്ഷണം, അതുപോലെ തന്നെ വിശ്വാസം, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് BJP പോകുമ്പോൾ BJP ആകാൻ CPIM ശ്രമിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. BJPയും RSSും ആകാൻ CPIMനോ CPIക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടത് സംഘടനയ്ക്കോ സാധിക്കുമോ? ഇല്ല. കാരണം രണ്ട് ഐഡിയോളജീസും ഡിഫറൻ്റ് ആണ്. രണ്ട് സംഘടനകളുടെയും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയും ഫാബ്രിക് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രണ്ട് കൂട്ടരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോഴാണ് CPIM അങ്ങ് തീവ്ര വലതുപക്ഷമായി. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ കത്ത് നിങ്ങൾ വായിച്ചില്ലേ? അപ്പോൾ ക്ഷണിച്ച ഒരാളുടെ കത്ത്, ഒരു മറുപടി കത്ത് തിരിച്ചു വരുമ്പോൾ അത് ദേവസ്വം മന്ത്രിക്കാണ് മറുപടി കത്ത് അയച്ചിരിക്കുന്നത്, അല്ലാതെ പിണറായി വിജയനല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അയച്ച ഒരു മറുപടി കത്ത് അത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. സ്റ്റാലിൻ കത്തയച്ചിരുന്നെങ്കിൽ സ്റ്റാലിന്റെ കത്ത് അതേപടി തന്നെയാണല്ലോ തിരിച്ചു വായിക്കുക. സ്റ്റാലിൻ അവിടെ നിന്ന് 2 മന്ത്രിമാരെയാണ് അയച്ചത്. ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തയച്ചിരുന്നെങ്കിൽ ആ കത്തും വായിച്ചേനെ. അവിടെ നിന്ന് കത്തും വന്നില്ല, ആരും വന്നില്ല, വരേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ CPIമിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ നിന്ന് അതൊന്നും ഇപ്പോൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ എപ്പോഴേ കളഞ്ഞിട്ടുണ്ട്. പ്രായോഗികവാദത്തിൽ ഊന്നുന്ന ഒരു സർക്കാരായിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനെ എന്തായാലും കാണുന്നത്. കാരണം ഓരോ ഗിവൺ സിറ്റുവേഷനിലും അതിനനുസരിച്ച് കൊണ്ടുള്ള യഥാർത്ഥത്തിൽ സർക്കാരിന് ഈ സംഘടനകളോടൊക്കെ ഒരു സിറ്റുവേഷൻഷിപ്പാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻഷിപ്പിലൂടെ കടന്നു പോവുകയാണ്. NSSനോടുള്ളതും ഒരു സിറ്റുവേഷൻഷിപ്പാണ്. അല്ലാതെ NSSനോടൊരു റിലേഷൻഷിപ്പ് ഒന്നും എന്തായാലും ഇടതുപക്ഷത്തിനോ പിണറായി സർക്കാരിനോ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സർക്കാരിന് മതനിരപേക്ഷ ഉള്ളടക്കം ചോർന്നു പോകുന്നുണ്ടോ? അതാണ് സമസ്തയടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഞാൻ സമസ്തയെ കോട്ട് ചെയ്യാൻ കാരണം അവരിങ്ങനെ ഒരു മുഖപ്രസംഗം ഈ വിഷയത്തിൽ എഴുതിയത് കൊണ്ടാണ്. എത്രത്തോളം അവരെ അത് പാനിക് ആക്കുന്നുണ്ട് എന്നത് ആ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാനും സാധിക്കും. മത സാമുദായിക സംഘടനകളെ UDF ഒപ്പം നിർത്തിയാൽ കുഴപ്പമില്ല. അത് LDF ചെയ്താൽ അല്ലെങ്കിൽ NDA ചെയ്താൽ അതെന്തോ പ്രശ്നമാണ്. അതാണല്ലോ ഇവിടെ ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം പരാമർശം നടത്തി. അയാളെ എന്തിനാ ഔദ്യോഗിക വാഹനത്തിൽ നിങ്ങൾ കൂടെ കൊണ്ടുവന്നു? മുഖ്യമന്ത്രിയോട് കുറേ കാലമായിട്ട് ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ ഞാൻ എന്താ കാറിൽ കയറാൻ കൊള്ളാത്തവനാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ ആ വിഷയം അവിടെ നിൽക്കുന്നു. അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നതിലൂടെ നൽകുന്ന സന്ദേശം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇപ്പോൾ ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്തത്. ദുർഗാഷ്ടമിക്ക് അവധി കൊടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ 3 ദിവസം നവരാത്രി ദിവസങ്ങളിൽ അവധി കൊടുക്കുകയാണ്. അതായത് ഹൈന്ദവ വിശ്വാസികൾ പൂജ വെക്കുന്ന ദിവസമാണ്. അപ്പോൾ ആ ദിവസം ഞങ്ങൾ അവധി കൊടുക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തിലും സർക്കാർ എടുക്കുന്ന സിറ്റുവേഷൻ നോക്കിയുള്ള ഒരു തീരുമാനം എടുത്തെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പഴയതുപോലെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളല്ലേ, നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളല്ലേ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഘടാഘടിയൻ ന്യായവാദങ്ങളിൽ ഉറച്ചിങ്ങനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പുവടയുടെയും കട്ടൻ ചായയുടെയും കാലം കഴിഞ്ഞു സാർ. പരിപ്പുവടയും കട്ടൻ ചായയും ഒക്കെ മാറ്റി പിസയും ബർഗറും ഒക്കെ കഴിക്കുന്ന തലമുറയുള്ള കമ്മ്യൂണിസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ജെൻസിയോട് ഞങ്ങൾ പണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും ആയിരുന്നു, നിങ്ങൾ അത് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കത്തൊന്നുമില്ല. അവർ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്, അതായത് നിലവിലത്തെ LDF സർക്കാരിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രതീകത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് പരിപ്പുവട കട്ടൻ ചായ എന്ന് പറയുന്നത് ആ കാലത്തെ ആശയങ്ങളുടെ കൂടി ഒരു ഭാഗമായി നിൽക്കുന്നതാണല്ലോ. അന്നത്തെ ആശയങ്ങളോ ചിന്തകളോ അല്ല ഇന്നത്തെ തലമുറയ്ക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ആ തലമുറയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ ഒരു മാറ്റം ഒരു സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി അത് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ എല്ലാത്തിനെയും നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ആ ഒരു വരട്ടുവാദത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മളിങ്ങനെ ഇരുട്ടത്ത് നിർത്തരുത്. അവരും വെളിച്ചത്തിലേക്ക് വരട്ടെ, അവർക്ക് വിശ്വാസം വരട്ടെ. ഞാനതാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി ആ അയ്യപ്പ വിഗ്രഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് വെച്ചടി കയറ്റമാണ്. നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്തായാലും വെച്ചടി കയറ്റമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നിയെന്ന് വരും. ഇവിടെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ വളരെ ബോൾഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ചുംബനം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന് ഒരു ചുംബനം കിട്ടി, ഒരു ആശ്ലേഷം കിട്ടി, അദ്ദേഹം
അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു. ഗിവ് ആൻഡ് ടേക്ക് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മയുടെ നിഷ്കളങ്കമായ ചുംബനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു, കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ ഞാൻ അങ്ങോട്ട് കൊടുത്തു. അദ്ദേഹത്തിന് അത് തോന്നിയിട്ടാകും. കാരണം മാതാ അമൃതാനന്ദമയിയുടെ ലോകമെമ്പാടുമുള്ള ഭക്തർ ഇന്നിപ്പോൾ അവരുടെ ജന്മദിനമാണ്. അപ്പോൾ 72ാം ജന്മദിനത്തിൽ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഇപ്പോൾ വള്ളിക്കാവിൽ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ പരിപാടികൾ ഇപ്പോഴും തുടരുകയാണ്, ഇനിയുള്ള മണിക്കൂറുകളിലും തുടരും. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ലോകത്ത് മുഴുവൻ അങ്ങനെ പേരെടുത്തിട്ടുള്ള ഒരാളെ സജി ചെറിയാൻ സർക്കാരിന്റെ ഭാഗമായി ആദരിക്കുന്നു. അതിൽ ഈ ഒരു ചിത്രം വെച്ചുകൊണ്ട് വിമർശിക്കുന്നവരൊക്കെ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് എന്തായാലും മനസ്സിലാകുന്നില്ല. മൂന്നാമത്തെ അടുത്ത കാര്യം ജി സുകുമാരൻ നായരുടെ ശരിദൂരം കണ്ടെത്തലാണ്. അദ്ദേഹം എന്തായാലും തിരുവനന്തപുരത്തേക്കുള്ള ദൂരമൊക്കെ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ മാത്രമാണ് ഈ നിലപാട്. അത് കേസ് പിൻവലിക്കുന്ന കാര്യത്തിലൊന്നും അദ്ദേഹം ഇന്നും ഒന്നും പറഞ്ഞിട്ടില്ല. കരയോഗ അംഗങ്ങൾക്ക് അറിയേണ്ടതാണ് കേസ് നിങ്ങൾ പിൻവലിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ കാഷായം ധരിച്ചൊക്കെ മുഖ്യമന്ത്രി പോകുമോ എന്നുള്ളതിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കാഷായം ധരിച്ചാലും പിണറായി വിജയൻ തന്നെയാണ്. ഓക്കെ, വളരെ പെട്ടെന്ന് നിലപാട് വ്യക്തമാക്കാം. ഇടത് വലുതായോ എന്നുള്ളതാണ് ചോദ്യം. ഇടതിന് ഇടതായും വലതിന് വലതിനായും ഇരിക്കാനേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇടതല്ലാത്ത ആളുകൾ കൂടുതൽ വലതുവൽക്കരിക്കപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ ഈ ഇടതും വലതും വരുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഫ്രഞ്ച് അസംബ്ലിയിൽ പണ്ട് പ്രസിഡന്റിന് ഇടതുവശത്തിരുന്നവരും വലതുവശത്തിരുന്നവരും, ഇടതുവശത്തിരുന്നവർ രാജാവിനെ എതിർക്കുന്നവരും വലതുവശത്തിരുന്നവർ കൂടുതൽ രാജഭക്തി കാണിച്ചവരുമാണ് എന്ന പ്രതീകത്തിൽ നിന്നാണ് പിന്നീട് എല്ലാ കാലത്തും ഇടതും വലതും എന്നുള്ള ആശയം ഉണ്ടാവുന്നത്. എന്നാൽ കാലം മാറിപ്പോയി, ആ ആശയങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇടത്, മധ്യം, വലത് എന്നിങ്ങനെ കൃത്യമായിട്ട് വേർതിരിച്ച് കാണിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകമെമ്പാടും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചപ്പാട്. ഫിൻലൻഡിൽ പോയാൽ നിങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളും നിൽക്കുന്നത് വിശ്വാസമില്ലായ്മയുടെ ഭാഗത്താണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും പള്ളികൾ തന്നെ ബാറുകളാക്കി മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആനന്ദശാലകളായി മാറുന്ന കാലം ഉണ്ടാകുന്നുണ്ട്. അമേരിക്കയിൽ പോലും 15% വരുന്ന ദൈവവിശ്വാസം ഇല്ലാത്ത മനുഷ്യരുണ്ടാവുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറയട്ടെ അത്തരത്തിലുള്ള മാറ്റങ്ങളല്ല ഉണ്ടാവുന്നത്. കാരണം സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ് കുറയുകയും അവിടെ ഭക്തിയും ഈശ്വരനും വിശ്വാസവും എന്ന് പറയുന്നത് അധികരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ പട്ടികയിലാണ് നമ്മുടെ രാജ്യം ഉൾപ്പെടുന്നത്. അവിടെ നിന്ന് വേണം നമ്മളിതിനെ അനലൈസ് ചെയ്ത് തുടങ്ങാൻ. അതുകൊണ്ട് നമ്മുടെ രാജ്യം ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പോലെ സാമൂഹിക പുരോഗതി നേടിയൊരു രാജ്യമേ അല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുകൊണ്ട് അധികാരത്തിലെത്തുന്നത് ഇടത് സർക്കാരാണെങ്കിലും അതല്ല ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണെങ്കിലും ഇവിടെയുള്ള വിശ്വാസികളെ കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം 95% വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുന്ന അഥവാ വിശ്വാസത്തിലൂടെ ജീവിക്കുന്ന, വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആദ്യത്തെ യാഥാർത്ഥ്യം. രണ്ട്, പരക്കെ ഉള്ള വിമർശനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മതവിരോധികളായിരുന്നു ഇടതുപക്ഷം എന്നുള്ളതാണ്. അങ്ങനെയല്ല എന്നുള്ളതാണ്. അതിന് ആളുകൾ ധാരാളമായിട്ട് പറഞ്ഞു കേൾക്കുന്ന പഴകി തുരുമ്പിച്ച ഒരു പ്രയോഗമാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മാക്സ് പറഞ്ഞിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ടു ദി ക്രിട്ടിക് ഓഫ് ഹെഗൽസ് ഫിലോസഫിയിലാണ് മാക്സ് ഇത് പറയുന്നത്. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഈ തെറ്റിദ്ധാരണയുടെ ഭൂരിപക്ഷം പ്രശ്നവും. മർദ്ദിതരുടെ നെടുവീർപ്പാണ് മതം എന്നാണ് മാക്സ് പറഞ്ഞത്. തീർന്നില്ല. ഹൃദയശൂന്യമായ ലോകത്തിൻ്റെ ഹൃദയമാണ് എന്നുള്ള അവസ്ഥയിലാണ് മതം അതിനെ പ്രതിഷ്ഠിക്കുക എന്നതാണ്. ചൈതന്യമില്ലാത്ത അവസ്ഥയിലെ ചൈതന്യമാണ് എന്ന് നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ ഇതൊരു കറുപ്പെന്ന നിലയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഹൃദയശൂന്യത നിങ്ങൾക്ക് തോന്നില്ല. പകരം മതം ഒരു ഹൃദയമായിട്ട് തോന്നും. ചൈതന്യമില്ലാത്ത ലോകത്ത് മതം ഒരു ചൈതന്യമായിട്ട് തോന്നും. അതെപ്പോഴാണ്? അത് നിങ്ങളെ മയക്കുന്ന ഘട്ടത്തിലാണ്. അതിൽ നിന്ന് നിങ്ങൾ ഉണരുമ്പോഴാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നതാണ് മാക്സ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനെ വലിയ രീതിയിൽ നിരീശ്വരവാദമാണ് കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകളിൽ ഒരു വിഭാഗം വിശ്വാസികളാണ്, ഒരു വിഭാഗം യുക്തിവാദികളാണ്, ഒരു വിഭാഗം പൂർണ്ണമായും നിരീശ്വരവാദികളാണ്. അങ്ങനെ പല തട്ടുകളിലുള്ളവരാണ് ഉള്ളത്. ആ പാർട്ടിയിലെ അംഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി ഈ വിഷയത്തിലേക്ക് എത്തിയാൽ 3 കാര്യങ്ങളിലാണല്ലോ വിമർശനം. ഒന്ന്, NSS എടുത്ത നിലപാടിന് CPM എന്തിനു പഴിക്കണം? NSS എടുത്ത നിലപാടെന്താ? NSS എടുത്ത നിലപാട് BJPയും കോൺഗ്രസും ശബരിമല വിഷയത്തിൽ തട്ടിപ്പ് കാണിച്ചു, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലപാടെടുക്കുമ്പോൾ NSS അങ്ങോട്ട് നിലപാടെടുത്തുള്ളൂ. അതിന് CPM നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? സുകുമാരൻ നായർ പറയുന്നത് എങ്ങനെയാണ്? ശബരിമലയിൽ നിയമനിർമ്മാണം നടത്താമെന്ന് V മുരളീധരൻ 2019 പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോൾ BJP എന്ത് നിലപാടാണ് എടുത്തത്? കേരള സംസ്ഥാനത്തിലെ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൽ എന്ത് കേന്ദ്ര നിയമം വരാൻ പോകുന്നത്? ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ടല്ലോ അങ്ങ് ശബരിമലയെ കേന്ദ്രം അങ്ങ് ഏറ്റെടുത്തുകൊള്ളാമെന്ന്. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ? ഏത് ദേവസ്വം വകുപ്പ്? ഏത് ദേവസ്വം വകുപ്പ്? കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തെ എങ്ങനെ ദേവസ്വം മന്ത്രാലയം വന്ന് കേരളത്തിൽ ഏറ്റെടുക്കും? എങ്ങനെ കേരളത്തിലെ ഒരു ക്ഷേത്രം, കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം എങ്ങനെ ഏറ്റെടുക്കും? ഈ ഉദാഹരണത്തിന്, ഇനി സഹകരണത്തിന്റെ കാര്യമാണെങ്കിൽ ഇവിടുത്തെ സഹകരണ സ്ഥാപനത്തെ കേന്ദ്രം എങ്ങനെ ഏറ്റെടുക്കുക?
ഏറ്റെടുക്കുകയല്ല. ആ, അതാണ് സാധാരണ പ്രശ്നം. മന്ത്രാലയത്തിന് അത് കീഴിലാണ് വരിക. ഇതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്രം ഒരു നിയമം നിർമ്മിച്ച് ഒരു എല്ലാം കേരളം ഒരു നിർമ്മിച്ച് ദേവസ്വം അങ്ങോട്ട് ബോർഡ് കൊടുക്കാം. ഉണ്ടാക്കി, കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടാക്കി ശബരിമല അങ്ങ് ഏറ്റെടുക്കുമെന്ന് പറയുകയാണ്. ശബരിമല നിലവിൽ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ചട്ടത്തിന് അടിസ്ഥാനത്തിലാണ്, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലാണ് സുപ്രീം കോടതി മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് ഒരു ഭാഗത്തിരുന്ന് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നു. ഇത് തന്നെയാണ് മറുപക്ഷവും പറയുന്നത്. ഇത് CPM എന്തോ തരത്തിൽ മനംമാറ്റം നടത്തിയെന്ന മട്ടിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ എന്താ സംഭവിച്ചത്? ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ ഒരംഗം പോലും ശബരിമലയിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ CPM-ന്റെ യുവതികളുണ്ട്, വിശ്വാസികളായിട്ടുള്ള CPM-ലെ കുടുംബത്തിലുള്ള ആളുകളുണ്ടല്ലോ. അവരാരെങ്കിലും ശബരിമലയിൽ പ്രവേശിച്ചോ? ആ സമയത്ത് ഇതൊരു വലിയ വിവാദമാക്കുന്ന സാഹചര്യത്തിൽ കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ അന്ന് RSS-ഉം രാഹുൽ ഗാന്ധിയും ഒക്കെ എടുത്ത നിലപാട് സംസ്ഥാനത്തെ സർക്കാരും എടുത്തു. പക്ഷേ ഇത് വിശ്വാസികൾ അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യം വരുന്ന നിമിഷം എന്ത് ചെയ്തു? ഒടുവിൽ സർക്കാർ ആ വിഷയത്തിൽ നിന്ന് പിന്നാക്കം പോയി എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അതിനകത്ത് ആർക്കാണ് ഇത്ര സംശയമുള്ളത്? അതിനകത്ത് ആർക്കാണ് ഇത്ര ആ വിശ്വാസത്തിന്റെ അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തണമെന്ന് CPM-ന് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. കരുതിയത് എന്താണ്? യുവതികൾ അംഗീകരിക്കും, കേരളത്തിലെ വിശ്വാസികളായ യുവതികൾ വരും. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. റെഡി ടു വെയിറ്റ് ആണ് എണ്ണം നോക്കിയാൽ കൂടുതൽ. ആ സാഹചര്യം വരുന്ന സമയത്താണ് പാർട്ടി ഇനി സുപ്രീം കോടതിയുടെ വിധി വരട്ടെ, അതുവരെ അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ മറുപടി പറയട്ടെ എന്ന നിലപാടെടുത്തുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നത്, സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് NSS-ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ കാഷായ വസ്ത്രധാരിയായി മുഖ്യമന്ത്രി വരുമെന്ന് പറയാൻ കഴിയുക? ആരാണ് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ പോയി തിരിതെളിയിച്ചത് എന്നത് ഇനിയും ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാക്കൾ ഗോൾവാൾക്കറുടെ മുന്നിൽ പോയി കുമ്പിട്ട് നിന്ന് ഏതെങ്കിലും തരത്തിൽ നിലവിളക്ക് കൊളുത്തിയ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? അതില്ലല്ലോ. ആ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് ഇവിടെ ഇതാ തത്വമസി എന്ന് പറയുന്നു. ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി എന്ന് പറയുന്നതിൽ ആർക്കാ ഇത്ര നാണക്കേട്? അതിനകത്ത് എന്തിനാ ഇത്ര നാണക്കേട് വരേണ്ട കാര്യം? ഒരുപക്ഷെ ഇന്ത്യ ലോകത്തിന് മുൻപിൽ വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ആശയങ്ങളിലൊന്നല്ലേ? അതിന് ഫിലോസഫിക്കലായിട്ട് കാണാം, സ്പിരിച്വലായിട്ട് കാണാം, അതൊക്കെ ആ അർത്ഥത്തിൽ കാണാം. വിശ്വാസികളുടെ സംഗമത്തിൽ പോയാൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിരീശ്വരവാദമല്ലല്ലോ, അവിടെ സയന്റിഫിക് ടെമ്പർമെന്റിനെ കുറിച്ച് മാത്രം സംസാരിക്കലല്ലോ മുഖ്യമന്ത്രിയുടെ ജോലി. ആ വിശ്വാസികൾക്ക് അവിടെ വന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക. ഈ സാംസ്കാരിക നിലയത്തിൻ്റെ, ശബരിമല ഒരു സാംസ്കാരിക നിലയം കൂടിയാണ്. ആ അർത്ഥത്തിൽ അതിൻ്റെ പ്രാധാന്യം ലോകമെമ്പാടും വിളിച്ചോതുന്നൊരു ആശയമാണ് തത്വമസി എന്നുള്ളത്. ആ തത്വമസി എന്ന് പറയുന്നതിൽ ഓരോ മലയാളിയും അഭിമാനിക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം അവിടെ ദൈവവും നിങ്ങളും ഇല്ലാതാവുന്നു എന്ന് പറയുന്ന വളരെ ആത്മീയമായ, വളരെ ഫിലോസഫിക്കലായ ഒരു ദർശനം അതിനു പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കണ്ണാടി പ്രതിഷ്ഠയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ പിന്നീട് ആ കണ്ണാടി പ്രതിഷ്ഠ പോവുകയും ശ്രീനാരായണ ഗുരു തന്നെ പ്രതിഷ്ഠയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അമൃതാനന്ദമയിയുടെ രജത ജൂബിലി ആഘോഷത്തിന് പോകുന്നു, 72ാം പിറന്നാളിന് പോകുന്നു എന്നുള്ളത് സജി ചെറിയൻ വളരെ വ്യക്തമായി പറഞ്ഞില്ല. ഒറ്റ വാചകത്തിൽ അത് റദ്ദ് ചെയ്യപ്പെടുകയാണ്. സജി ചെറിയൻ പറഞ്ഞു, ഈ ഏതെങ്കിലും തരത്തിൽ അമൃതാനന്ദമയി ഒരു ഭക്തയാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണെന്നോ എന്നും ഞാനൊന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് സജി ചെറിയൻ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആൾ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന മട്ടിലുള്ള പ്രചരണമൊന്നും നടത്തിയിട്ടില്ല. അത് അവിടെ പോയി എല്ലാ കാലത്തും ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധികൾ അമൃതാനന്ദമയെ കാണാൻ പോകാറുണ്ട്. അവിടെ പോകുന്നു, ആ സമയത്ത് ആശ്ലേഷിക്കുന്നു, അതിനുശേഷം മടങ്ങുന്നു. അവിടെ AK ആന്റണി പോകുന്നു, എനിക്കൊന്ന് രാഹുൽ ഗാന്ധി അടക്കം അവിടെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അമൃതപുരിയിൽ പോകുന്നു, മടങ്ങുന്നു എന്നുള്ളതാണ്. അതിനെയും വിവാദമാക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയത് സജി ചെറിയൻ മാത്രമല്ലല്ലോ, CR മഹേഷ് പോയില്ലേ, അവിടെ ഉമാ തോമസ് പോയില്ലേ. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ വിമർശനം? ഇതിനെന്തിനാണ് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത്? മൂന്നാമത്തെ കാര്യം, പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നത് ഇനി ന്യൂനപക്ഷങ്ങളെ കൂടി പ്രീണിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യർ കരയുകയാണ് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വിലാപം കണ്ടിട്ട്. അത് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണോ? മാത്രമല്ല എത്ര തെറ്റിദ്ധാരണാജനകമായ നിലപാടാണ്. പോളിറ്റ് ബ്യൂറോ എല്ലാ സംസ്ഥാനങ്ങളിലും പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? കേരളത്തിൽ മാത്രമാണോ? അതിനെയാണ് വക്രീകരിച്ച് കാണിക്കുന്നതെന്നേ, അതിനെയാണ് വക്രീകരിച്ച് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ലീലാവതി ടീച്ചർ പറഞ്ഞതുപോലെ, ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാണ്, അത് വലതുപക്ഷമാകുന്നതിൻ്റെ ലക്ഷണമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇടത് വലുതായിട്ടില്ല, ഇടത് ഇടതായി നിൽക്കുന്നു, വലുത് വലുതായി തന്നെ നിൽക്കുന്നു എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. നമുക്ക് പോകാം. ഇടത് വലുതായോ എന്ന ചോദ്യത്തിന് 3 പേർ നോ, ഒരാൾ യെസ്. Meet the editors.